നമസ്കാരം. കോട്ടയത്തുള്ള ഒരു പടവലങ്ങ പന്തൽ പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ. കാര്യം അത്ര ചെറിയതും നിസാരമായതുമായ ഒരു പച്ചക്കറി പന്തലൊന്നുമല്ല. ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 5.18 കോടി രൂപ ചെലവഴിച്ച് നമ്മുടെ സാക്ഷാൽ ഉമ്മൻചാണ്ടി സാർ നിർമ്മിച്ച കോട്ടയത്തെ ആകാശപാതയാണ് നമ്മുടെ ഈ പടവലങ്ങ പന്തൽ. കാര്യം അതിങ്ങനെ ദ്രവിച്ചു നിൽക്കാൻ തുടങ്ങിയിട്ട് നാളേറെ ആയെങ്കിലും ഇപ്പോൾ പാലക്കാട് IITയും അതുപോലെ ചെന്നൈ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിസർച്ച് സെന്ററും ചേർന്ന് നടത്തിയ ഒരു പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ആകാശപാതയുടെ അതായത് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ സ്വപ്ന പദ്ധതിയുടെ ഒപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കൂടി സ്വപ്ന പദ്ധതിയായ ഈ ആകാശപാതയുടെ പൈപ്പുകളെല്ലാം കമ്പികളെല്ലാം ദ്രവിച്ചിരിക്കുകയാണ്. ഇത് ഉടനടി അതിന്റെ മേൽക്കൂര പൊളിച്ചു മാറ്റണം എന്നാണ് ഈ ഒരു ആധികാരികമായ പഠനത്തിൽ അവർ കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് നിലനിർത്തണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, മറ്റൊന്നിനും വേണ്ടിയല്ല. നമ്മുടെ ഉമ്മൻചാണ്ടി സാർ വിഭാവനം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കല്ലിട്ടിട്ടുള്ള പദ്ധതികൾ എങ്ങനെയായിരുന്നു എന്ന് ഭാവി തലമുറയ്ക്ക് പഠിക്കാൻ വേണ്ടി ഇത് ഉപകാരപ്പെടുക തന്നെ ചെയ്യും. ഈ പ്രദേശം തന്നെ സംരക്ഷിച്ച് ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ ഒരു മ്യൂസിയമായി മാറ്റുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ചാണ്ടി സാറിന്റെ നിരവധി വികസന പദ്ധതികളിൽ ഒന്നായിരുന്നു ഈ കോട്ടയത്തെ സ്കൈ വാക്ക് എന്ന് പറയുന്ന ഈ പദ്ധതി. അതായത് സിമ്പിളായി പറഞ്ഞാൽ ഈ വലിയ ഒരു പടവലങ്ങ പന്തൽ വെറും നിലമൊരുക്കിയ ഇടത്ത് ആംബുലൻസിനായി ഒക്കെ ഉപയോഗിക്കുന്ന എയർ ആംബുലൻസിനായി ഒക്കെ ഉപയോഗിക്കുന്ന ഡ്രോണിയർ വിമാനം ഇറക്കി അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യുകയും പുഞ്ചപ്പാടത്തിട്ട ട്രാക്കിലൂടെ 100 മീറ്റർ തെക്കോട്ടും 100 മീറ്റർ വടക്കോട്ടും മെട്രോ ബോഗികൾ ഓടിച്ച് മെട്രോ തീവണ്ടി ഉദ്ഘാടനം ചെയ്യലും അങ്ങനെ തുടങ്ങി ഉമ്മൻചാണ്ടി സാർ നടത്തിയിട്ടുള്ള നിരവധിയായ പ്രവർത്തികൾ. എന്തിനേറെ 1-2 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് അവിടെ മനോഹരമായൊരു കവാടം നിർമ്മിച്ച് ആ കവാടത്തിന് മുന്നിൽ ഒരു കല്ലും സ്ഥാപിച്ച് വ്യവസായ പാർക്കുകൾ ഉദ്ഘാടനം ചെയ്യൽ, അങ്ങനെ ഉമ്മൻചാണ്ടി സാറിന്റെ മഹത്തായ വികസന പ്രവർത്തനങ്ങൾ എവിടെയും ആരംഭിക്കുന്നുമില്ല, എവിടെയും അവസാനിക്കുന്നുമില്ല. അതിങ്ങനെ കാലാതീതമായ കല്ലുകളായി കിടക്കുകയാണ്. അതിന്റെ എല്ലാം ഒരു മികച്ച ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ ഈ പടവലങ്ങ പന്തൽ. എന്താണ് ഈ പടവലങ്ങ പന്തൽ? നമുക്കൊന്ന് പരിശോധിക്കാം. വിവിധ റോഡുകളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് അത് ക്രോസ് ചെയ്ത് മറ്റൊരു പ്രദേശത്ത് പോയി ഇറങ്ങാനുള്ള ഒരു പദ്ധതിയാണ് ഈ ആകാശ പന്തൽ എന്നൊക്കെയാണ് വെപ്പ്. എന്നാൽ കോട്ടയം പോലെ ഒരു നഗരത്തിൽ ഭാവിയിൽ ഒരു 30 സെന്റിമീറ്റർ എങ്കിലും റോഡുകൾ വികസിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം പോലും അനുവദിക്കാത്ത രീതിയിൽ അശാസ്ത്രീയമായാണ് ഈ ആകാശ പന്തൽ നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. ഇത്രയേറെ തുക, അതായത് 5.18 കോടി രൂപ ആദ്യഘട്ടത്തിൽ ചെലവഴിച്ച ഈ പദ്ധതിക്ക് ആദ്യം കിറ്റ്കോക്ക് ആയിരുന്നു അതിന്റെ നിർമ്മാണ ചുമതല ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഇത്രയും കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുമ്പോൾ അതിനൊരു ആധികാരികമായ പഠനം നടത്തുകയോ ഭാവി വികസനം കൂടി മുന്നിൽ കാണുകയോ ചെയ്യേണ്ടതില്ലേ എന്നൊക്കെ ആരും ചോദിച്ചു കളയരുത്. കാരണം ചാണ്ടി സാർ കല്ലുകൾ ഇടുകയും ഉദ്ഘാടനം ചെയ്യുകയും മാത്രമേ ചെയ്യാറുള്ളൂ. ഇത് നിർവഹിക്കേണ്ടത്, ഇത് പൂർത്തിയാക്കേണ്ടത് വരുന്ന സർക്കാരുകളാണ്. ഇനി ഭാവിയിൽ ഒരു വലിയ പട്ടണമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന കോട്ടയത്ത് എന്നെങ്കിലും എവിടെയെങ്കിലും ഒരു സ്കൈ വാക്ക് ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് ചാണ്ടി സാറിന് തന്നെയായിരിക്കും. കാരണം അന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇത് ചാണ്ടി സാർ വിഭാവനം ചെയ്ത പദ്ധതി ആയിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ വരും തലമുറകളിലേക്ക് 100-200 വർഷങ്ങൾക്കപ്പുറത്തും ചാണ്ടി സാറിന്റെ പദ്ധതികൾ അന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകൾ നടപ്പിലാക്കുമ്പോൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിരുന്നു എന്ന് അന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് പോലും മനസ്സിലാക്കാനായി യഥാർത്ഥത്തിൽ ഈ ഒരു ആകാശ പന്തലിനെ, ഈ പടവലങ്ങ പന്തലിനെ സർക്കാർ സംരക്ഷിക്കുകയും ആ പ്രദേശം ഒരു മ്യൂസിയമാക്കി മാറ്റുകയുമാണ് വേണ്ടത്. ഇത് പൊളിച്ചു കളയുകയല്ല വേണ്ടത്. ചാണ്ടി സാറിന്റെ ഒരു പദ്ധതികളുടെ ഒരു നേർരൂപമായി, നേർക്കാഴ്ചയായി, അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളുടെ നേർക്കാഴ്ചയായി ഈ പന്തൽ അങ്ങനെ വിരാജിക്കട്ടെ. മറ്റൊരു വിഷയവുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.